ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആൻഷ്യൻ്റ് ഇന്ത്യൻ ആർട്ടാണ്. വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ് വാർലി ആർട്ട്. ഇതൊരു ട്രൈബൽ ആർട്ടാണ്. മഹാരാഷ്ട്രയിലൊക്കെ ട്രൈബൽ ആൾക്കാർ അവരുടെ വീടുകളിലെ ചുമരിലൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ആർട്ടാണ് വാർലി ആർട്ട്. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ട്രഡീഷണൽ ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, അതായത് കേരള മ്യൂറൽ പെയിൻറ്റിങ്സ്, ചുവർച്ചിത്രകല എന്നൊക്കെ പറയുന്ന പെയിൻറ്റിങ്സ്. ഓരോ സ്ഥലങ്ങളിലും അവരുടേതായ കലാരൂപങ്ങളുണ്ട്. ഈ വാർലി പെയിൻറ്റിങ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. വാർലി പെയിൻറ്റിങ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ബേസിക് ക്യാരക്ടേഴ്സാണ് വരയ്ക്കുന്നത്. ഈ ഫോക്ക് സ്റ്റൈൽ പെയിൻറ്റിങ്സിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ജോമെട്രിക് ഷേപ്സ് ആണ്, അതായത് സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ ഒക്കെ. ഒരു ബേസിക് ക്യാരക്ടർ വരയ്ക്കുന്നത് ഹെഡ് സർക്കിൾ ഷേപ്പാണ്, ബോഡി ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ കൈയും കാലും നെക്കും ഒക്കെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഓരോ ഷേപ്പും പ്രകൃതിയിലെ ഓരോ എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൺ, മൂൺ. ട്രയാങ്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോയിൻറ്റഡ് ട്രീസും മൗണ്ടൻസും ഒക്കെയാണ്. പിന്നെ സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വാർലി ആർട്ടിനെ പറ്റി ഒരു ചെറിയ ബേസിക് ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വാർലി ആർട്ടിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.